ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പനീർ കോവയ്ക്ക റെസിപ്പി തയ്യാറാക്കാം. വെയിറ്റ് ലോസ് ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ ഹെൽത്തി റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് എണ്ണ ചൂടായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ജസ്റ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം കുറച്ച് പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതൊന്ന് വാടി വരണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതോടൊപ്പം 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പൊടികൾ ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോവയ്ക്ക ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 100 ഗ്രാം കോവയ്ക്ക ഉണ്ട് ഇതിൽ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റോളം വഴറ്റിയെടുക്കാം. ഇപ്പോൾ കോവയ്ക്ക് അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 100 ഗ്രാം പനീറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്ത മസാലാസൊക്കെ പനീറിൽ നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് അടച്ച് വെച്ചൊരു 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റും കൂടെ വേവിക്കാം. ഫ്ലെയിം ഹൈയിൽ വയ്ക്കേണ്ട, മീഡിയം ഓർ ലോയിൽ വെച്ചാൽ മതി. പനീറും കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പനീർ കോവയ്ക്ക റെസിപ്പി റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഹെൽത്തി ആണ്. വെയിറ്റ് ലോസ് ഡയറ്റിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെയും മെയിലൂടെയും അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഹെൽത്തി റെസിപ്പീസിനായി കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.